ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5949 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5268 പേർ രോഗമുക്തി നേടി. കോവിഡ് ജാഗ്രതയിൽ വീഴ്ച വരുത്തരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കോവിഡിന്റെ വൻ വ്യാപനത്തിന് സാധ്യതയെന്ന് ആരോഗ്യമന്ത്രി. മൂന്നാംഘട്ട തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. മലപ്പുറത്ത് 2 സ്ഥാനാർത്ഥികൾ വോട്ടിനുവേണ്ടി പണം നൽകിയതായി പരാതി. ഐഎസ്എല്ലിൽ ഇന്ന് ഒഡീഷ എഫ്സി ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5949 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5268 പേർ രോഗമുക്തി നേടി. 32 മരണവും ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,690 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97% ആണ്. മലപ്പുറത്ത് 765ഉം കോഴിക്കോട് 763ഉം എറണാകുളത്ത് 732ഉം രോഗബാധിതരാണ് ഇന്നുള്ളത്. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 500ന് മുകളിലും ആലപ്പുഴ, പാലക്കാട് 400ന് മുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 300ന് മുകളിലും രോഗബാധിതരുണ്ട്. 60,029 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ ഉള്ളത്. സംസ്ഥാനത്ത് സ്വീകരിച്ചുവന്ന ജാഗ്രതയുടെ ഫലമായാണ് കോവിഡ് വ്യാപനം കുറയ്ക്കാൻ സാധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ സ്ഥിതിഗതികൾ വീണ്ടും മോശമായേക്കുമെന്നും അതിന് ഇടവരുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോസ്റ്റ് കോവിഡ് സിൻഡ്രോവുമായി ബന്ധപ്പെട്ട ജാഗ്രത തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ മുന്നറിയിപ്പ് നൽകി. കോവിഡ് പൂർണ്ണമായും ഇല്ലാതാവുന്നതുവരെ ജനം സ്വയം ലോക്ഡൌൺ പ്രഖ്യാപിക്കണം. ശക്തമായ ഇടപെടൽ മൂലമാണ് കേരളത്തിൽ കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും. അതേസമയം വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകളും ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥാനാർത്ഥികളും ഉള്ളത് മലപ്പുറത്താണ്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘോഷങ്ങൾക്ക് ജില്ലയിൽ ആവേശകരമായ സമാപനം. പ്രവർത്തകർ സംഘടിച്ചുള്ള കലാശക്കൊട്ട് പാടില്ലെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പലയിടങ്ങളിലും അതെല്ലാം ലംഘിക്കുകയായിരുന്നു. അവസാന നിമിഷത്തിൽ ആവേശം ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയുണ്ടായി. 8387 സ്ഥാനാർത്ഥികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രംഗത്തുള്ളത്. നിലവിൽ ആധിപത്യം നിലനിർത്താൻ യുഡിഎഫും കൂടുതലിടങ്ങളിൽ വിജയിക്കാൻ എൽഡിഎഫും എൻഡിഎയും ആസൂത്രിതമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടത്തിയത്. നാളെ നിശ്ശബ്ദ പ്രചാരണത്തിലൂടെ വിജയത്തിലുള്ള അവസാനവട്ട ഓട്ടം നടത്തി വോട്ടുറപ്പിക്കാനാവും സ്ഥാനാർത്ഥികൾ ശ്രമിക്കുക. മലപ്പുറത്ത് സ്ഥാനാർത്ഥികൾ വോട്ടിനുവേണ്ടി പണം നൽകിയതായി പരാതി. മലപ്പുറം കൊണ്ടോട്ടി 28ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി താജുദ്ദീനും നിലമ്പൂർ 27ാം ഡിവിഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫിറോസ് ഖാനും എതിരെയാണ് ആരോപണം. താജുദ്ദീൻ പണം വിതരണം ചെയ്യുന്ന ദൃശ്യം എൽഡിഎഫ് പുറത്തുവിട്ടു. വോട്ട് ചോദിച്ചെത്തിയ ഫിറോസ് ഖാൻ 1500 രൂപ നിർബന്ധിച്ച് നൽകിയെന്ന് വോട്ടർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അതത് വരണാധികാരികൾക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. 120 പ്രശ്നബാധിത ബൂത്തുകളുള്ള കോഴിക്കോട് ജില്ലയിൽ 91 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. ഈ ബൂത്തുകളിൽ മറ്റന്നാൾ മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും വെബ്കാസ്റ്റിംഗ് നിരീക്ഷണത്തിലായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി ജില്ലയിൽ 20 കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മറ്റന്നാൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ ആകെ 1409 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് തെരഞ്ഞെടുപ്പ്. ആകെ 2648 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. മൂന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്ന് വൈകിട്ട് 6 മുതൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 16-നും സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ആയിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രശസ്ത സാഹിത്യകാരൻ യു.എ. ഖാദർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ചിത്രകാരൻ തുടങ്ങിയ നിലകളിൽ പ്രശസ്തനായിരുന്നു. കേന്ദ്ര, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സിലബസും ലഘൂകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും പാഠഭാഗങ്ങൾ അടിയന്തരമായി കുറയ്ക്കണം. അധ്യയനത്തിലുണ്ടായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യം ഉന്നയിച്ചത്.
കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളികളെ അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകളെ അട്ടിമറിക്കാൻ ഇത്തരത്തിൽ ശ്രമം നടക്കുന്നതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന പ്രസ്താവനയിൽ വ്യക്തത വരുത്തി എം ഹസൻ. അഴിമതിക്കായി രൂപീകരിച്ച ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളാണ് പ്രസ്താവന തെറ്റിദ്ധരിപ്പിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജയിലിൽ വധഭീഷണി ഉയർന്നതുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണം ജയിൽ വകുപ്പ് അട്ടിമറിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജയിൽ ഡിജിപി ഇക്കാര്യത്തിൽ കള്ളം പറയുകയാണെന്നും ജയിൽ ഉദ്യോഗസ്ഥർ സ്വപ്നയെ സന്ദർശിച്ചിരുന്നതായും കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം ആരോപിച്ചു. മലബാർ മേഖലയിലെ ജനങ്ങൾ ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിധിയെഴുതുമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സർക്കാരിനെതിരായ വിധിയെഴുത്താണ് ഒന്നും രണ്ടും ഘട്ടത്തിലെ കനത്ത പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മറയൂരിലെ ശർക്കര ഉൽപാദനത്തെ പ്രതിസന്ധിയിലാക്കി. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറയൂർ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്തിറങ്ങിയ കനത്ത മഴയും കോടമഞ്ഞും ശർക്കര ഉൽപാദനത്തെയും സാരമായി ബാധിച്ചു. ശർക്കര ഉൽപാദനം കുറഞ്ഞപ്പോഴും വിലവർദ്ധനവുണ്ടാവാത്തത് കർഷകരെയും ഏറെ ദുരിതത്തിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മഴ പെയ്തതിനാൽ ശർക്കര നിർമ്മാണത്തിന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന കരിമ്പിൻ ചണ്ടികൾ ഉണങ്ങാത്തതും കരിമ്പ് വെട്ടാൻ ജോലിക്കാരെ കിട്ടാത്തതും ഈ രംഗത്ത് പ്രതികൂലാവസ്ഥയുണ്ടാക്കി. ഇപ്പോൾ ഒരു ചാക്ക് ശർക്കരയ്ക്ക് 3000 മുതൽ 3200 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. മറയൂർ ശർക്കരയ്ക്ക് ചാക്കിന് ശരാശരി വിലയായി 4000 മുതൽ 4500 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ കർഷകന്റെ അധ്വാനത്തിന് ഫലമുണ്ടാകൂ. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ആരംഭിച്ച സത്യഗ്രഹം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ISL ഫുട്ബോളിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ഗോവയെ നേരിടും. സ്വർണ്ണവില പവന് 80 രൂപ വർദ്ധിച്ച് 36,800 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 4,600 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 5,949 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,268 പേർ രോഗമുക്തി നേടി. കോവിഡ് ജാഗ്രതയിൽ വീഴ്ച വരുത്തരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കോവിഡിന്റെ വൻ വ്യാപനത്തിന് സാധ്യതയെന്ന് ആരോഗ്യമന്ത്രി. മൂന്നാംഘട്ട തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. മലപ്പുറത്ത് 2 സ്ഥാനാർത്ഥികൾ വോട്ടിനുവേണ്ടി പണം നൽകിയതായി പരാതി. ISLൽ ഇന്ന് ഒഡീഷ FC ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി 7:25.